ശരിയാവത്തില്ല. പ്രഷർ കൂടി കൂടി വരിക. പണിക്ക് പോകേണ്ടി വരും. ആവശ്യമില്ലാത്ത പരിപാടി പറയാതെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ പോരെ. ഇതിനിപ്പോൾ എന്തോ ഒരു സന്തോഷക്കുറവ്. നീ എന്താ ഈ പറയുന്നേ? ഞാൻ വീടിൻ്റെ പണി കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ? ആ തന്തപ്പൊടി ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ അടുക്കളയിൽ കൂടെ അവരക്കകത്ത് കയറുന്നേ. എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നമ്മുടെ തന്തവർ മാറത്തില്ല. ഇവർക്കെന്താണ് ഒരു മാറ്റം ഇല്ലാത്തത്? അത് ചെറുപ്പക്കാർ ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സിസ്റ്റം മാറണോളി. സിസ്റ്റം മാറണം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ജോലിക്ക് പോകാതെ തിന്നുന്ന സിസ്റ്റം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നീ അറിഞ്ഞ ഇന്നും സ്വർണ്ണത്തിന് വില കൂടി. അത് ഇതുമായിട്ട് എന്ത് ബന്ധം? വെറുതെ ദാരിദ്ര്യം പറയണ്ടല്ലോ. നമുക്ക് സ്വർണ്ണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കടാ. എന്തിനെ കുറിച്ച് പറഞ്ഞാലും കാശിന് കാശ് തന്നെ വേണോടാ. എവിടെ പോരാ? പണിയുണ്ടെണ്ണ? നിങ്ങക്ക് പണിയില്ലേ? അല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും പണിക്ക് പോകത്തില്ലല്ലോ. പോട്ടെ. ഇവനെപ്പോലുള്ളതല്ല നമ്മുടെയൊക്കെ നാടിന്റെ ശാപം. സിസ്റ്റം മാറണോളിയാ, സിസ്റ്റം മാറണം. ഈ റൂൾസ് ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്യണോളിയാ. ജെയിംസേ, ഞാൻ പറയുന്നത് കേൾക്കൂ. നീ തൽക്കാലം ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട. കാരണം UK പോലൊന്നും അല്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടെ എന്നാ ചൂടാന്ന് പറഞ്ഞാ. പ്ലീസ് നീ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട. ഞാൻ അങ്ങോട്ടൊന്ന് നമുക്ക് മീറ്റ് ചെയ്യാം. അതല്ലേ വേണ്ടൂ? തീർച്ചയായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കണം. ഓക്കെ ജെയിംസേ? പണക്കാരനാന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടേക്ക് ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെങ്കിലും 50-50. അതെന്ത് ന്യായമാണ്? പേഴ്സ് താഴെ വീണ കണ്ടത് ഞാൻ, 2 സ്റ്റെപ്പ് പോയി എടുത്തത് ഞാൻ. അപ്പം 70 എനിക്കും 30 നിനക്കും. അപ്പോൾ എന്തോ ഇതിനകത്ത് 100 രൂപയുള്ളോ? എടാ അതല്ല, പെർസെൻറ്റേജ്, ശതമാനം. അത് നടക്കത്തില്ലളിയാ. നമ്മൾ ഒരുമിച്ച് പണിയില്ല അവിടെ ഇരിക്കുന്നതല്ലേ. അപ്പം പകുതി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇതെനിക്ക് കിട്ടിയ പേഴ്സാണ്. ഞാൻ തീരുമാനിക്കും ഇതെന്തെടുക്കണമെന്ന്. നീ പോയി നിൻ്റെ പണി നോക്കും. നീ ചതിയാ കാണിക്കുന്ന കേട്ടോ. ഹലോ, എൻ്റെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയായിരുന്നു. അവൻ്റെ ഇരിപ്പുണ്ട്. അതങ്ങ് പറ. സാറിൻ്റെ കാർഡ് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാനായിട്ടിരുന്നേ, നോക്കിയിട്ട്. താങ്ക് യു. ഓ, നമ്മുടെ കിട്ടിയില്ലായിരുന്നു എന്തുവായി പോയി. ഇതിലൊരു 500 മിസ്സിംഗ് ആണല്ലോ. എടുത്തായിരുന്നോ? കാശ് പറ. എൻ്റെ അമ്മയാണെ ഞാൻ എടുത്തിട്ടില്ലേ. അങ്ങനെ പറയരുത്. 500 ഉണ്ടായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ്. ഞാൻ എടുത്തിട്ടില്ല. എടുത്തെങ്കിൽ കാശ് പറ ഇറക്കാം. അതെ, പൈസയ്ക്ക് പൈസ വേണമല്ലോ. അല്ലെങ്കിൽ കേസും പഴക്കവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയിട്ട് വരും. എനിക്കങ്ങ് പോയ മോഷണ കുറ്റത്തിന് കാശ് പറയാൻ. സാറിന്റെ കാശ് സാറേ അവൻ തരും. കാശ് അവൻ തരും. കാശ് പറ. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. എപ്പോ പിടിച്ച് കയറ്റിയോടാ അതിനകത്ത്. താങ്ക് യു. നിങ്ങളുടെ പോലെ ചെറുപ്പക്കാർ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. അതുപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നത് വളരെ നന്നായിരിക്കും. സാറൊരു മാന്യനാ അല്ലേ? അതെ, താങ്ക് യു. ഓക്കെ. എന്ത് പോക്കറത്തന്നെ കാണിച്ചേ? ഈ സമയം കൊണ്ട് നീ എങ്ങനെയാടാ പൈസ കാലിൻ്റെ ഇടയിലാക്കിയത്? എടാ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ അച്ഛനാണ് സത്യം. അത് എൻ്റെ പൈസയാ. പിന്നെ നീ അയാൾ ചോദിച്ചപ്പോൾ എടുത്ത് ഓത്ത എന്തിനാ? ഞാൻ പേടിച്ചു പോയി. നാളെ പോലീസിനെയൊക്കെ വിളിക്കുന്നു. എന്ത് വെച്ചാൽ ഇനി വീട്ടിൽ ചെത്തി 500 രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? അപ്പൊ അയാളുടെ പേഴ്സിൽ 500 രൂപ ആരായിരിക്കും എടുത്തത്? 1000 പറയണ്ടായിരുന്നു. പൊട്ടന്മാരാന്ന് തന്നെ മണ്ടത്തരം കാണിച്ച്. കുഴപ്പമില്ല, അടുത്തോലെ പിടിക്കാം.